ഐ ആം ദ ഡേഞ്ചർ. എത്ര നേരമാണ് വള്ളിക്കൂസാനെ വെയിറ്റ് ചെയ്യണ്? സോറി അളിയ, കുറച്ച് ലേറ്റ് ആയി. ആഹാ, ലേറ്റ് അതെനിക്ക് മനസ്സിലായേ ഇല്ല. എന്താ ലേറ്റ് ആയിന്നാ ചോദിക്കുന്നത്? അത് ഞാൻ ഈ അലമാരക്കകത്ത് ചുരുണ്ട് കൂടി കിടക്കായിരുന്നല്ലോ. അപ്പൊ ഇറങ്ങാൻ നേരം ബോഡി മൊത്തത്തിൽ ചുക്കി ചുളിഞ്ഞ് വികൃതായി. അതിനാ ആ കോലത്തിൽ ഞാൻ പുറത്തിറങ്ങിയ എന്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന കേസല്ലേ. അപ്പൊ ഒരു അയൺ ബോക്സ് എടുത്ത് ഫുൾ ബോഡി ഹോട്ട് മസാജ് ചെയ്യിപ്പിച്ചു. അപ്പോഴൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയേ. നിന്നെ കൊണ്ടൊന്നും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. വെറുതെ അല്ല ബുദ്ധിയുള്ളവന്മാരൊക്കെ എന്നെ ഉപയോഗിക്കുന്നത്. എനിക്കെന്താടാ മോശം? നിന്നേക്കാളും ഫാൻസ് പവർ എനിക്കാ. വെളിവില്ലാത്ത ഫാൻസ് അല്ലേ, സ്വാഭാവികം. എടാ, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ തിരുമ്പി ഉണക്കെ നിന്നെ ഇസ്തിരിക്കിട്ട് തേച്ച് മിനിക്കേട്ടല്ലേ ഇടാറുള്ളൂ. ചുക്കി ചുളിഞ്ഞ് നിന്നിടുന്ന മനുഷ്യന്മാരുണ്ടോ? ഡ്രൈവറാണ്. എന്നാ ഞാൻ അങ്ങനെയല്ല. ഏത് ഗുണാക്കേവിന്റെ ഇടുക്കിൽ പെട്ടാലും എന്നെ വലിച്ചെടുത്ത് ചുമ്മാ 2 കുടങ്ങ് കുറഞ്ഞാൽ മതി. ഐ ആം റെഡി ടു വെയർ. നിന്നെ പോലെ വെള്ളം തെളിച്ച് ഇസ്തിരിക്കടൊന്നും വേണ്ട. സിമ്പിൾ ആൻഡ് ടൈം സേവിങ്. അണ്ണാ, ഞാനും നിങ്ങളെ പോലെയാണ് കേട്ടോ. അത് പിന്നെ പറയാണ്ടോടാ. നീയും ഞാനും 2 അല്ല 1. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഷർട്ടിന്റെ പ്രൗഢി. അത് നിങ്ങൾ ടീഷർട്ടിനും ബനിയനും എത്ര മുക്രി ഇട്ടാൽ പോലും കിട്ടില്ല. അത് വേറെ കാര്യം. എന്തിട്ട് പ്രൗഢി? ഇജാതി മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടും ഒരു ദിവസം കംപ്ലീറ്റ് ഇട്ടാ മുഷിഞ്ഞ് നാറുന്നവനല്ലേ നീ? അത് പിന്നെ മെറ്റീരിയൽ അങ്ങനെ ആവുമ്പോ ഇട്ടാ മുഷിഞ്ഞതൊക്കെ വരും. അതിനെന്താ? എന്നെ 2 ദിവസം ഇട്ടാലും പോട്ടെ 3 ദിവസം മാക്സിമം ഇട്ടാലും ഞാൻ മുഷിയത്തില്ല. വാഷിംഗ് പൗഡർ ലാഭം. പിന്നെ നിന്നെ പോലെ പെട്ടെന്ന് നാശാവൂല. ഡ്യൂറബിലിറ്റി ഈസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. അത് കലക്കി. നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളല്ലേ ബായ്. നമ്മള് 1-2 തൂവല് വ്യത്യാസം ഉണ്ടോ മോനെ? നിന്റെ പേര് പരസ്യമായിട്ട് ആൾക്കാർ കേട്ടാ ചിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. വലിയേട്ടാ, നമ്മളിതിലില്ല, കണ്ടാ മതി. അല്ല, നീ പിന്നെയും കുഴപ്പമില്ല. നിനക്കൊരു മാന്യത ഉണ്ട്. മാന്യതയെ കുറിച്ച് പറയാനാണെങ്കിൽ മാന്യൻ എന്നതിൽ ഏറ്റവും അനുയോജ്യനും യോഗ്യനും ഞാനാ. മനുഷ്യന്മാരെന്നെ ഒന്ന് വൃത്തിയായി അണിഞ്ഞാൽ തന്നെ ഒരു മാന്യത. പക്ഷെ എന്റെ അത്ര ഗുണങ്ങളും യോഗ്യത ഇല്ലാത്ത മാന്യതയാണെന്ന് മാത്രം. ഒലത്തണ്ട. എന്തുകൊണ്ട് ഞാൻ തന്നെ മെച്ചം? അങ്ങനെ ഇപ്പൊ പുളിസണ്ട, ഞാനാ മെച്ചം. ഉറപ്പിക്കാവോ? തലൈവറേ, നീങ്കളാ. വീട്ടിലിരിക്കാണേലും പുറത്തിറങ്ങാണേലും ഇനിയിപ്പൊ കണ്ടത്ത് കളിക്കാറങ്ങാണേലും സാഹചര്യം ഏതും ആയിക്കൊള്ളട്ടെ, ജേഴ്സിക്ക് താഴെയാടാ ഷർട്ടും ടീഷർട്ടും. അത് പിന്നെ ബെഡാബായ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നിന്നൊക്കെ 2-3 ദിവസം ഇട്ടാ മുഷിയും. പക്ഷെ എന്നെ അടുപ്പിച്ച് 7 ദിവസം ഇട്ടാലും ഫ്രഷ്. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം, നീയൊക്കെ ഈ അലമാരക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കും മുമ്പ് നമ്മൾ കളത്തിലിറങ്ങി കളി തുടങ്ങിയതാ. ഇപ്പോഴും നിൽക്കുന്ന വടി പോലെ ഇനിയും നിൽക്കും. മുതലാളിയുടെ ശരീരത്തിന് പാകാവും വരെ നിൽക്കും. എന്താ സംശയമുണ്ടോ? എന്ത് സംശയം? മുതലാളിയുടെ മുത്തശ്ശന്റെ ആയ കാലത്ത് ഇട്ടോണ്ട് നടന്നതല്ലേ ബെഡാബായിയെ. ഇനിയിപ്പോ മുതലാളിക്ക് ഒരു മോനുണ്ടായാലും ബെഡാബായി ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങളപ്പോ വല്ല അടുക്കളയിൽ കീറത്തുണിയായിട്ടും വീതന തുടയ്ക്കാനും ചവിട്ടിയൊക്കെ ആയിട്ട് പരിണമിക്കും. അല്ലടാ, പിന്നെ ഏറെക്കുറെ മച്ചാന് ഞങ്ങളെ പോലെ വെറും നാണം മറക്കുന്ന ഒരു തുണിയല്ല, ഒരു വികാരാണ്. അതിപ്പോ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ഇനിയിപ്പോ വെറുതെ ഇടാണെങ്കിൽ പോലും ജേഴ്സി ദ കംപ്ലീറ്റ് ഹ്യൂമൻ.